വാഹനാപകടവുമായി ബന്ധപ്പെട്ട ചില വാക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് എന്ത് പഠിക്കുന്നത്? ഇസാബ. ഇസാബ എന്നാലും അപകടം എന്നാണ്. ഇസാബ അപകടം. ഷു എന്താ സംഭവിച്ചത്? ഷു സാർ എന്ത് സംഭവിച്ചു? ഫി ഇസാബ അപകടം പറ്റിയിട്ടുണ്ട്. ഇസാബ ബാലിക എന്ന് പറഞ്ഞ ആഴമേറിയ മുറിവ്, അതിനും ഇസാബ ബാലിക എന്ന് പറയും. ഓക്കെ, ഇസാബ എന്നാൽ അപകടം അല്ലെങ്കിൽ മുറിവ് എന്നൊക്കെ പറയും. അതേപോലെ തന്നെ മുസാബ് അപകടത്തിൽ പെട്ടയാള്, മുസാബ് നമ്മൾ മുസീബത്ത് എന്നൊക്കെ പറയല്ലോ, അതിലൊന്നാണ് മുസാബ് എന്ന് പറയാം. അതേപോലെ തന്നെ ഒരു പക്ഷേ വല്ല മരണവും സംഭവിച്ചാൽ ഫി മൗത്ത്, മൗത്ത് ലാ സമഹല്ല സംഭവിക്കാതിരിക്കട്ടെ, മൗത്ത്. അവിടെ തന്നെ ഡെഡ് ബോഡി, ബോഡിക്ക് എന്താ പറയുക? ജുസ്സ എന്നും പറയും, ജുസ്മാൻ എന്ന് പറയും. നഗൽ അൽ ജുസ്സ ഇല അൽ മുസ്തഷ്ഫ, ഹോസ്പിറ്റലിലേക്ക് ബോഡിയെ നീക്കം ചെയ്തു എന്നൊക്കെ പറയാം, ജുസ്സ എന്ന് പറയും. മൗത്ത് അംവാത്ത്, മരണപ്പെട്ട ആൾക്കാരുടെ അംവാത്ത് എന്ന് പറയും. ഓക്കെ, തെല്ലാജത്തുൽ മൗത്ത, തെല്ലാത്തുൽ മൗത്ത് മോർച്ചറിക്ക് എന്താ പറയുക? തെല്ലാജത്തുൽ മൗത്ത എന്ന് പറയും. ഇവിടെ ഒരു പ്രശ്നമുള്ള നസീഫുദ്ധം, നമ്മൾ ആൾക്കാർക്ക് പറയാൻ പറ്റാത്തൊരു പേരാണ്. അവർ സേലാനുദ്ധം എന്ന് പറയും, രക്തം ഒലിക്കുക. പക്ഷെ നസീഫ് എന്ന രക്തസ്രാവത്തിനാണ് നസീഫുദ്ധം എന്ന് പറയും. ഒരു വാക്കുകൂടി, ഇഗ്മാ ബോധക്കേട്, മുഹ്മാലി ആട് ബോധം കെട്ട് കിടക്കുകയാണ്, മരിച്ചതല്ല ബോധക്കേട് സംഭവിച്ചിരിക്കുന്നു എന്ന്. ഇത്തരം വേർഡുകൾ നിങ്ങൾ പഠിക്കുവാൻ അറബിക് യൂണിയൻ നിങ്ങൾ ഫോളോ ചെയ്യുക.